ഇന്ന് കുഞ്ഞു മക്കൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഇഷ്ടമുള്ള തരിയുണ്ടൻ്റെ റെസിപ്പിയും പിന്നെ രാത്രിയിലേക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഈസി ആയിട്ടുള്ള ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലത്തെയും അതുപോലെ തന്നെ ഉച്ചക്കത്തൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ കുറച്ച് സമയം ഉറങ്ങുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഉറങ്ങാറൊന്നുമില്ല. ഞാൻ ഇന്ന് 4 മണിക്ക് തന്നെ കിച്ചണിലേക്ക് വന്ന് നല്ല ചൂടാണ് ഈ ഒരു ടൈമിലും. പിന്നെ ഇവിടെ 7 മണി വരെ നല്ല വെളിച്ചം ഉണ്ടാവും ഇതുപോലെ തന്നെ. അപ്പോൾ ചെടികൾക്കൊക്കെ കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് അപ്പോൾ പക്ഷികൾക്കും ചെടികൾക്കൊക്കെ വെള്ളം കൊടുത്തു. പിന്നെ നമുക്കിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അതായത് കുഞ്ഞു മക്കളൊക്കെ വിശക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അതായത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും തരിയുണ്ട. അപ്പോൾ റവയും കുറച്ച് പഞ്ചസാരയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുക, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ കിസ്മിസ് ഇട്ട് കൊടുക്കുക. പിന്നെ കിസ്മിസ് ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ കിസ്മിസ് ഞാൻ ചേർക്കലില്ലേ. അപ്പോൾ ആ കാഷ്യൂ നട്ട് നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കോരി മാറ്റാം. ഈ സെയിം അതേ ഗീയിലേക്ക് റവ ഇട്ട് കൊടുക്കാം. അതിന് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ റവയും ഗീയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ റവ നമ്മൾ വേറെ ഇനി കുക്ക് ചെയ്യുന്നൊന്നുമില്ല, അപ്പോൾ ഈ ഗീയിലിട്ടിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ റവ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതായത് 3 കപ്പ് റവക്ക് 1.5 കപ്പ് പഞ്ചസാര. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് നിറച്ച് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതൽ ചേർക്കുന്നതിന് ഇത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തു. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ആ പഞ്ചസാര അലിയുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കിടന്നിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് കുക്കാവണം, കാരണം നമ്മളിത് പുറത്തൊക്കെ വെച്ചിട്ട് കഴിക്കുന്നില്ല. അപ്പോൾ ഈ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാവുന്നത് നല്ലതാണ്, അപ്പോൾ പെട്ടെന്ന് ചീത്തയാവില്ല. അപ്പോൾ തേങ്ങ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വറുത്ത് വെച്ച റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ഒരുപോലെ മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരുപാടങ്ങ് ചൂടാറിയാൽ പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ മതി. ഇനി നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂ നട്ടും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇതിവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്നാക്സാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇത് ഏകദേശം കൈ കൊണ്ട് തൊട്ടാൽ പൊള്ളാത്തൊരു പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാൻ തുടങ്ങാം. കുറച്ച് ചൂടോടുകൂടി തന്നെ ഉരുട്ടിയാണെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടുമേ. ചൂടാറിക്കഴിഞ്ഞാൽ ഇത് പിന്നെ ഹാർഡായി പോകും, പിന്നെ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ കഴിയില്ല. ഇനി ഉരുട്ടുന്നതിന് പകരം നമുക്ക് എന്തെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് ഷേപ്പാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി. ഇതിപ്പോൾ രാത്രിയിലേക്കുള്ള മീൻ വെള്ളത്തിലിട്ടതാണ്, അതായത് ഫ്രീസറിൽ വെച്ച മീനാണ്. അമൂറും ശരിയാണ്. അത് കുറച്ച് വലുതാണ്, അപ്പോൾ അതിൻ്റെ തല കറി വെക്കുകയാണ്, ബാക്കി ഗ്രില്ല് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന പത്തലാണ്. പത്തലിന് ഞാനിവിടെ പുഴുങ്ങലരി ചൂടുവെള്ളത്തിൽ 2 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്തതാണ്. അത് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കട്ടിയിലൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ കട്ടിയിൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരി എടുത്തത് പാലക്കാട് മട്ടയാണ്. ഇത് പാലക്കാട് മട്ട റൈസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വെളുത്ത കളറ് പത്തലിന് കിട്ടൂല. എൻ്റെ കയ്യിൽ പൊന്നി റൈസും മറ്റേ വെളുത്ത മട്ട റൈസും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇത് എടുത്തത്. ഇതിലേക്ക് ഇനി പത്തൽ പൊടി ചേർത്ത് കൊടുക്കാം. പത്തിരി പൊടിയല്ലേ, പത്തൽ പൊടിയാണ്. ഇത് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചിട്ട് നമുക്ക് ശരിക്കും പത്തൽ അഥവാ ഒറോട്ടിയൊക്കെ ഇല്ലേ അത് ചുട്ടെടുക്കാൻ പറ്റും. ഈ ചൂടുവെള്ളത്തിനൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ ഇങ്ങനെ അരി അരച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കലാണ്. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അടുത്തത് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഉള്ളീൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ തലയാണ് കറി വെക്കുന്നത്, അപ്പോൾ ഒരുപാട് ഉള്ളിയുടെ ആവശ്യമൊന്നുമില്ല, ഒരു പകുതി ഉള്ളിയൊക്കെ മതി. ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആകുമ്പോൾ ഒരു വലിയ തക്കാളി അരിഞ്ഞതും പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കുടമ്പുളിയും ചേർത്ത് കൊടുക്കാം. ഒരു 2 പീസ് കുടമ്പുളിയും ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും. ഇനി ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം.
ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി. ഇനി തീ നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ആ മസാലപ്പൊടികളുടെ പച്ചമണക്കൊന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു ടൈമിൽ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് തീ കുറച്ച് വെക്കാം. എന്നിട്ട് ഒന്ന് തിക്കാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റൊക്കെ ഇതുപോലെ അടച്ച് വെച്ചാൽ മതി, പെട്ടെന്ന് തിക്കായിക്കോളും. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ തലയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് അമൂറിൻ്റെ തലയും ഒന്ന് ഷേരിൻ്റെ തലയുമാണ് എടുത്തിട്ടുള്ളത്. അത് 2 ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് ഇതുപോലെ വെക്കാം. അപ്പോൾ തലക്കറി റെഡിയാവുന്ന ഈ ഒരു ടൈമിൽ തന്നെ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഉള്ള ഒരു മസാല തന്നെയാണ് റെഡിയാക്കുന്നത്. അത് നന്നായിട്ട് ഫിഷിലേക്ക് പുരട്ടിയിട്ട് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രീസറിൽ വെക്കണം. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ ഇത് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കറി ഒന്ന് തുറന്നിട്ട് ആ മീനിൻ്റെ തലയൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ തലയൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റും കൂടി വെക്കാം. സാധാരണ നമ്മൾ ഫിഷ് കറിയൊക്കെ വെക്കുമ്പോൾ പെട്ടെന്നായി കിട്ടില്ല. പക്ഷേ മീനിൻ്റെ തലയായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് അടച്ചു വെച്ചു. അപ്പോൾ ഈ കറിയാവുന്ന ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് അടിപൊളി ഒരു പുഡിങ് ഉണ്ടാക്കാം. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള പുഡിങ്ങാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീമും മിൽക്ക് മേഡും തൈരും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സിന് പകരം ഇതുപോലെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ സിറപ്പ് ഉണ്ടാവും. ആ സിറപ്പ് നമുക്ക് കളയാം. അത് കളഞ്ഞിട്ട് ആ ഫ്രൂട്ട്സ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്ന ടിൻ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അതത്ര ഹെൽത്തി എന്നല്ല, പക്ഷേ പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും അതുപോലെ തന്നെ ഒരു മധുരം കഴിക്കാൻ തോന്നും, പുഡിങ്ങൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടൊക്കെ ഫ്രൂട്ട്സ് നമ്മളെ കയ്യിൽ എപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനത്തെ ടിന്നിലുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് ക്രീമും തൈര് പുളിയില്ലാത്ത തൈരായിരിക്കണേ. അതുപോലെ മധുരത്തിന് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനൊന്നൊരു കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണ് തൈര് വേണ്ടത് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ക്രീമാണ് കൂടുതലുണ്ടെന്ന് വെച്ചാൽ ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തു. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം. ഇനി നിങ്ങൾക്ക് ടൈം കൂടുതലുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലും മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ചുറ്റിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. പിന്നെ നമ്മുടെ പത്തൽ ചൂടാൻ തുടങ്ങാം. ഇനി ഓട് ചൂടാകുമ്പം വലിയ ഉരുളകൾ എടുക്കുക. കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് ഇതുപോലെ ഡയറക്റ്റ് ഓടിലേക്ക് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ പത്തിരി പ്രസ്സറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറിലോ പരത്തിയിട്ട് ഇതുപോലെ ചുട്ടെടുക്കും. ഇത് നല്ല കട്ടിയിലും പരത്തും, പിന്നെ നല്ല തിന്നായിട്ട് പരത്തുക. ഞാനിപ്പോൾ രണ്ടിനും മിഡിലുള്ള ഒരു ഷേപ്പിലാണ് പരത്തുന്നത്. അതായത് ഒരുപാട് കട്ടിയല്ല, ഒരുപാട് തിന്നായിട്ടില്ല. കാരണം ചെറിയ മോളൊക്കെ ഒന്നേ കഴിക്കും. ചപ്പാത്തി ആയാലും പത്തലായാലും ഒന്നേ കഴിക്കും. അപ്പോൾ പത്തലൊക്കെ കുറച്ച് കട്ടിയിൽ തന്നെ ചുടുകയാണെങ്കിൽ ഒന്ന് കഴിച്ചാൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ടാണ്, അവളൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പത്തൽ ഇവിടെ റെഡി. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലാണ് സാധാരണ വെക്കാറ്. ഇത് ഏകദേശം ഒരു 10 വർഷത്തോളമായ ഈ ഒരു മെഷീന് ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തതിനെക്കാട്ടിയും പെർഫെക്റ്റായിട്ട് എനിക്ക് ഇതിൽ കിട്ടാറുണ്ട്. അപ്പം ഞാൻ ചിക്കനും ഫിഷൊക്കെ ഗ്രില്ല് ചെയ്യുന്ന ഇതിലാണ്. പിന്നെ ബ്രെഡ്, സാൻഡ്വിച്ച്, അതുപോലെ റോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ, അതായത് ഫ്രാങ്ക് റോളൊക്കെ ഉണ്ടാക്കാൻ ഇതിൽ വെച്ചാൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടലുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു കണക്കൊക്കെ ഉണ്ട് ഇതിൽ. അതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഗ്രില്ല് ചെയ്യേണ്ടതിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കണം. ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഫിഷ് ഇതിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പം നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഫിഷ് ഇതിൽ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ പെട്ടെന്ന് ഒരു 10 മിനിറ്റോട്ടൊക്കെ തന്നെ ഇത് ഗ്രില്ലായി കിട്ടും.
അപ്പോൾ നമ്മുടെ ഈ ഫിഷ് ഗ്രില്ലാകുന്ന ഈ ഒരു ടൈമിൽ നമ്മുടെ പുഡിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഫ്രീസറിൽ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ലതുപോലെ ഒന്ന് തിക്കായി കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മാങ്ങ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കസ്കസ് കുതിർത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്കസൊക്കെ ഈ ചൂട് സമയത്ത് നമ്മുടെ ഈ ബോഡി തണുപ്പിക്കാൻ നല്ലതാണ്. അപ്പോൾ ചൂട് സമയത്ത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കസ്കസും മാങ്ങയും ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പുഡിങ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.